Hello dear students, ഇന്ന് നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫ്രണ്ട് ഓഫീസ് മാനേജ്മെന്റിന്റെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിരുന്നു. അതിലൊരെണ്ണം നോക്കാം. ഓക്കെ, എ ഹോട്ടൽ ടു ബി എലിജിബിൾ ഫോർ 5-star ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയ ഷുഡ് ഹാവ് മിനിമം ഫോളോയിങ് റൂംസ്. ഏറ്റവും കുറവ് എത്ര റൂംസ് വേണം 5-star ക്ലാസിഫിക്കേഷൻ ക്രൈറ്റീരിയയിൽ എലിജിബിൾ ആവാനായിട്ട്? 10 ലെറ്റബിൾ റൂംസ് ഉണ്ടാവണം. ഹൗസ് കൗണ്ട് ഈസ് ഈക്വൽ ടു ഡാഷ്. പ്രീവിയസ് ഹൗസ് കൗണ്ടിൻ്റെ ഒപ്പം അറൈവൽസ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് ഡിപ്പാച്ചേഴ്സ് വരുമ്പോൾ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് ഹൗസ് കൗണ്ട് കിട്ടുന്നത്. മാച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഡ്യൂറിങ് ദ സ്റ്റേ, അപ്പോൾ അതിന് തന്നെ നമ്മൾ ഈ ഭാഗം വായിക്കാം, ഈ സൈഡ് വായിക്കാം, എന്നിട്ട് പറ്റാവുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കാം. ഡ്യൂറിങ് ദ സ്റ്റേ, പിന്നെ അറൈവൽ ടൈം, പ്രീ അറൈവൽ, പോസ്റ്റ് ഡിപ്പാച്ചർ. ഇവിടെ വരുന്നത് അഡ്വർടൈസ്മെന്റ്, ഗസ്റ്റ് ഹിസ്റ്ററി, അക്കൗണ്ട് സെറ്റിൽമെന്റ്, രജിസ്ട്രേഷൻ, ഹോട്ടൽ സർവീസസ് ആൻഡ് ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്കറിയാം ഡ്യൂറിങ് സ്റ്റേ ടൈമിലാണ് നമ്മൾ ഹോട്ടലിൻ്റെ സർവീസസും ഫെസിലിറ്റീസും യൂസ് ചെയ്യുന്നത്. അറൈവൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് രജിസ്ട്രേഷൻ. പ്രീ അറൈവൽ വരുന്നതിന് മുമ്പ് എന്താണ് അഡ്വർടൈസ്മെന്റ്. നെക്സ്റ്റ് പോസ്റ്റ് ഡിപ്പാച്ചർ, പോയതിന് ശേഷം ഗസ്റ്റ് ഹിസ്റ്ററി നമ്മൾ കീപ്പ് ചെയ്യും അല്ലേ. ഡിപ്പാച്ചർ ടൈമിലാണ് അക്കൗണ്ട് സെറ്റിൽമെന്റ് നടത്തുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ബൗൺസ് റിസർവേഷൻ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഗസ്റ്റ് ഈസ് റിഫ്യൂസ്ഡ് അക്കോമഡേഷൻ ഓൺ അറൈവൽ, വാക്കിംഗ് ഗസ്റ്റ്, എ ഗ്യാരണ്ടീഡ് റിസർവേഷൻ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇൻ എ ലാർജ് ഫുൾ സർവീസ് ഹോട്ടൽ ദ ഫ്രണ്ട് ഓഫീസ് മാനേജർ റിപ്പോർട്ട്സ് ടു ഡാഷ്. ഒരു ലാർജ് ഫുൾ സർവീസ് ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസ് മാനേജർ എപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്നത് റൂംസ് ഡിവിഷൻ മാനേജറായിട്ടായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഫുൾ ഫോം ഓഫ് ARG, ആവറേജ് റവന്യൂ പെർ ഗസ്റ്റ് ആണ് ARG. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഡ്യൂട്ടി ഓഫ് എ നൈറ്റ് ഓഡിറ്റർ. നൈറ്റ് ഓഡിറ്ററിന്റെ ഡ്യൂട്ടി അല്ലാത്തത് നോട്ട് അടിയിൽ വരച്ച് വെച്ചേക്കാം. എന്താണ്? എസ്റ്റാബ്ലിഷേഴ്സ് എൻഡ് ഓഫ് ദ ഡേ, രാത്രിയാണ് അത് നോക്കുന്നത്. കാൽക്കുലേറ്റ് ടോട്ടൽ റവന്യൂ ജനറേറ്റഡ് ഡ്യൂറിങ് ദ ഡേ, ഒരു ദിവസം കാലത്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന റവന്യൂ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. പോസ്റ്റ് ദ റൂം ചാർജസ് ആൻഡ് ദ ടാക്സസ് ഇൻ ദ ഗസ്റ്റ് ഫോളിയോ. ഗസ്റ്റിന്റെ ഫോളിയോയിൽ എന്താണ് റൂം ചാർജസ് ഒക്കെ പിന്നെ അതുപോലെ ടാക്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇത് മൂന്നും നൈറ്റ് ഓഡിറ്റർ ചെയ്യുന്നതാണ്. അതിൽ പെടാത്തത് ഹി ഷുഡ് പ്രോസസ് ത്രൂ നോളേജ് അബൌട്ട് ദ ടോപ്പോഗ്രാഫി ഓഫ് ദ ഹോട്ടൽ. ഹോട്ടലിന്റെ ടോപ്പോഗ്രാഫി അത് അയാൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് പറയുന്നു. അത് തെറ്റായ ഓപ്ഷനാണ് അല്ലേ. ഓഡിറ്റർ കണക്ക് കാര്യങ്ങളാണ് നോക്കുക, അല്ലാതെ ഹോട്ടലിന്റെ ടോപ്പോഗ്രാഫി ഒന്നും അവർക്ക് നോക്കേണ്ട കാര്യമില്ല. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓർഡിനറി പാസ്പോർട്ട്, ഒഫീഷ്യൽ പാസ്പോർട്ട്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ട്. അപ്പോൾ അതിൽ എക്സിക്യൂട്ടീവ് പാസ്പോർട്ടാണ് ഈ മൂന്നെണ്ണത്തിൽ പെടാത്തത്. കാമാക്യ ടെമ്പിൾ ഇസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് സിറ്റി? ഗുവാഹട്ടിയിലാണ് കാമാക്യ ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. വിച്ച് ഈസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് പെർട്ടൈനിങ് ടു എക്കോ ടൂറിസം. എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് എല്ലാ സ്റ്റേറ്റ്മെന്റ്സും നോക്കാം. എ ഫോം ഓഫ് ടൂറിസം ദാറ്റ് എൻറ്റെയിൽസ് റെസ്പോൺസിബിൾ ട്രാവൽ ടു നാച്ചുറൽ ഏരിയാസ് ആൻഡ് വിച്ച് കൺസേർവ്സ് ദ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റെയിൻസ് ദ വെൽ ബീയിങ് ഓഫ് ലോക്കൽ പീപ്പിൾ. ഒരു ഫോം ഓഫ് ടൂറിസം അത് എന്താണ്? നാച്ചുറൽ ഏരിയാസിലേക്കുള്ള ട്രാവൽ, അതുപോലെ തന്നെ പ്രകൃതിയെ സംരക്ഷിക്കുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള ലോക്കൽ പീപ്പിൾസിന്റെ വെൽബീയിങ് അതിനെ നിലനിർത്തുന്നു. സസ്റ്റെയിൻ ചെയ്യാൻ നിലനിർത്തുന്നു. അപ്പോൾ അത് ഓക്കെയാണ്. എക്കോ ടൂറിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, എക്കോളജിക്ക് ഒരു പ്രശ്നവും ഇല്ലാതെ നമ്മൾ ടൂറിസം ചെയ്യുന്ന രീതിയാണ്. നെക്സ്റ്റ്, കോൺഷ്യസ് ആൻഡ് റെസ്പോൺസിബിൾ എഫേർട്ട് ടു പ്രിസർവ് ദ ഡൈവേഴ്സിറ്റി ഓഫ് നേച്ചുറലി എൻഡോർഡ് റീജിയൻ ആൻഡ് സസ്റ്റെയിൻ ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് ലോക്കൽ കൾച്ചർ. കോൺഷ്യസ് ആയതും റെസ്പോൺസിബിൾ ആയിട്ടുള്ള എഫേർട്ട് എടുക്കുക. അതായത് നമ്മൾ അവിടെ ഒരു പ്രശ്നവും വരുത്തില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ മനസ്സിലുറപ്പിച്ചിട്ട് റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറാം. എന്തിന്? അവിടെ ആ ഭാഗത്തിൻ്റെ അതിൻ്റെ ബ്യൂട്ടിയും അതിൻ്റെ അവിടുത്തെ ലോക്കൽ പീപ്പിൾസിൻ്റെ കൾച്ചറും നിലനിർത്തുന്ന പോലെ പ്രവർത്തിക്കുക. അതും എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഫോം ഓഫ് ടൂറിസം ദാറ്റ് ഫോസ്റ്റേഴ്സ് ലേണിംഗ് എക്സ്പീരിയൻസ് ആൻഡ് അപ്രീസിയേഷൻ ഓഫ് നേച്ചുറൽ എൻവയോൺമെന്റ്. പ്രകൃതി ചുറ്റുപാടിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും പിന്നെന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാക്കാനൊക്കെ എക്കോ ടൂറിസം മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പെടാത്തത് ഓപ്ഷൻ ബി ആണ്. ട്രാവലിംഗ് ഫോർ ദ പേർപ്പസ് ഓഫ് റീവൈറ്റലൈസേഷൻ ഓഫ് വൺസ് ഹെൽത്ത്, ബീയിങ് പ്രോ ആക്റ്റീവ് ഇൻ ഡിസ്കവറിംഗ് ന്യൂ വേസ് ടു പ്രൊമോട്ട് എ ഹെൽത്തിയർ ആൻഡ് ലെസ് സ്ട്രെസ്ഫുൾ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ അത് പേഴ്സണുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. മറ്റേത് മൂന്നെണ്ണമാണ് എന്ത് നേച്ചറുമായിട്ട് ബന്ധപ്പെട്ടത്. ഇക്കോ ടൂറിസം എന്ന് പറയുമ്പോൾ റിലേറ്റഡ് ടു നേച്ചർ, പ്രകൃതിനെ കൺസേർവ് ചെയ്തിട്ടുള്ള ടൂറിസം മെത്തേഡ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് സീക്വൻസ് among the choices given to complete the below plans. കറക്റ്റ് സീക്വൻസ് ഏതാണ്? അമേരിക്കൻ പ്ലാനിൽ എന്താണ്? ഓൾ മീൽസ് ഉണ്ടാവും അമേരിക്കൻ പ്ലാനിൽ. കോണ്ടിനെന്റൽ പ്ലാനിലോ കോണ്ടിനെന്റൽ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഇൻക്ലൂഡഡ് ആവൂ. ഇനി മോഡിഫൈഡ് അമേരിക്കൻ പ്ലാനിൽ എന്താണ്? ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവും, ലഞ്ച് ഉണ്ടാവും. അതല്ല എന്നുണ്ടെങ്കിൽ ലഞ്ചിന് പകരം ഡിന്നർ ഉണ്ടാവും. ഇനി യൂറോപ്യൻ പ്ലാനിൽ RR, ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് പ്ലാനിലോ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതാണ് കറക്റ്റ് സീക്വൻസ്. നെക്സ്റ്റ്, ദ കോൺസുലാർ പാസ്പോർട്ട് ആൻഡ് വിസ ഡിവിഷൻ ഈസ് സെർവ്ഡ് അണ്ടർ ഡാഷ്. മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യത്തിൻ്റെ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് എന്ത് നമ്മുടെ പാസ്പോർട്ട് വിസ ഡിവിഷനൊക്കെ
വരുന്നത്. The left luggage supposed to be handled correctly in one of the below sequences. ബാക്കി വരുന്ന ലഗേജ് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ആദ്യം തന്നെ പ്രിപ്പയർ ലഗേജ് ടാഗ് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ദ ലഗേജ്, ലഗേജിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ലഗേജ് ടാഗ് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് കൗണ്ടർ ഫോയിൽ ഈസ് ഹാൻഡഡ് ഓവർ ടു ദ ഗസ്റ്റിന് കൗണ്ടർ ഫോയിൽ കൊടുക്കും. എന്നിട്ട് ലഗേജിനെ അവിടെ കീപ്പ് ചെയ്യും, ലഗേജ് റൂമിൽ കീപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചെയ്യുന്നതാണ് പ്രസന്റേഷൻ ഓഫ് ലഗേജ് ടാഗ് കൗണ്ടർ ഫോയിൽ വിത്ത് ടാഗ് അറ്റാച്ച് ടു ദ ബാഗേജുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്ന ടാഗും കൗണ്ടർ ഫോയിലുള്ളതും തമ്മിൽ കറക്റ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യും, ടാലി ചെയ്ത് നോക്കും. പിന്നീടാണ് ഈ ലഗേജിന് ഗസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് സീക്വൻസ്. ഞാൻ പറഞ്ഞത് ആ ഓർഡറിൽ തന്നെയാണ്. നെക്സ്റ്റ്, ദ ലോവസ്റ്റ് റേറ്റ് ഫോർ ഗിവൺ ഡേറ്റ് ഈസ് നോൺ ആസ് ഡാഷ്. ഹർഡിൽ റേറ്റ് എന്നാണ് ലോവസ്റ്റ് റേറ്റ് ഫോർ ഗിവൺ ഡേറ്റിന് പറയുന്നത്. മിസ്റ്റർ എക്സ് പ്ലാൻസ് ടു ട്രാവൽ ഓവർസീസ് അക്കോർഡിംഗ് ടു യു. Mr. X plans to travel overseas. According to you, which is the safest and secure way to carry any currency? ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ ഒരു ഓവർസീസിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ അനുസരിച്ചിട്ട് എന്താവും സേഫസ്റ്റ് ആൻഡ് സെക്യൂർ, ഏറ്റവും സുരക്ഷിതമായ വഴി കറൻസി കൊണ്ടുപോകാനുള്ളത്? ട്രാവലേഴ്സ് ചെക്കാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം. നെക്സ്റ്റ്, ഫാറ്റ്സ് ആർ യൂസ്ഡ് ഇൻ കൺഫെക്ഷണറി ടു ഡാഷ് ദ ഫുഡ് ആൻഡ് ടു ഇമ്പാർട്ട് ദം ഡാഷ് ക്വാളിറ്റി. ഫാറ്റ്സ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് എന്തിനാണ്? എൻറിച്ച് ദ ഫുഡ്, ആ ഫുഡിനെ ഒന്നും കൂടി റിച്ച് ആക്കാനായിട്ട്. ആൻഡ് ടു ഇമ്പാർട്ട് ദം ഷോർട്ടനിങ് ക്വാളിറ്റീസ്. ഓക്കെ, അടുത്തത് ഇൻവാലിഡ് ഫുഡ് ഈസ് എ ടൈപ്പ് ഓഫ് ഫുഡ് ദാറ്റ് ഡാഷ്. ഇൻവാലിഡ് ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഈസ് മെന്റ് ഫോർ സിക്ക് പീപ്പിൾ. രോഗബാധിതരായ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ് എന്ത്? ഇൻവാലിഡ് ഫുഡ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ് ഫോർ സ്റ്റോറേജ് ടെമ്പറേച്ചേഴ്സ്. സ്റ്റോറേജ് ടെമ്പറേച്ചറുമായിട്ട് ഏതാണ് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്? ഗ്രേപ്സ് 0 to 2 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളത് സ്റ്റോർ ചെയ്യുക, അല്ലേ? അടുത്തത്, എക്സ്ട്രാക്ടിങ് കളറിംഗ് ആൻഡ് ഫ്ലേവറിംഗ് ബൈ അലോയിങ് ഇൻഗ്രീഡിയൻസ് ടു സ്റ്റാൻഡ് ഇൻ വാട്ടർ ജനറലി അറ്റ് എ ടെമ്പറേച്ചർ ജസ്റ്റ് ബിലോ ബോയിങ് പോയിന്റ് ഈസ് കോൾഡ് ഡാഷ്. സ്റ്റീപ്പിംഗ് എന്നാണ്, അതായത് കളറൊക്കെ എക്സ്ട്രാക്ട് ചെയ്യുക, അതുപോലെ തന്നെ ഫ്ലേവർ ചെയ്യാം, കുറച്ച് വാട്ടറിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് നിലനിൽക്കാനായിട്ട് അനുവദിച്ചുകൊണ്ട്, അതായത് ബോയിലിംഗ് പോയിന്റിന് തൊട്ട് താഴെയുള്ള ടെമ്പറേച്ചറിൽ വെച്ചിട്ടാവും ഇങ്ങനെ ചെയ്യുന്നത്. അതിനാണ് സ്റ്റീപ്പിംഗ് എന്ന് പറയുന്നത്. അടുത്തത്, ഷിഫോണേഡ് ഈസ് എ ടൈപ്പ് ഓഫ് കട്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു. ഷിഫോണേഡ് ഏതിലാണ്? ലീഫി വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന രീതിയാണത്. ചൂസ് ദ കറക്റ്റ് മാച്ച്. ഏതാണെന്ന് നോക്കാം. ബേക്കിംഗ്, ഫുഡ് ടു ബി കുക്ക്ഡ് ഈസ് സറൗണ്ടഡ് ബൈ ഹോട്ട് എയർ. ഹോട്ട് എയറിൽ വെച്ചിട്ടാണ് ഫുഡ് ബേക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് കറക്റ്റാണ്. സ്റ്റ്യൂയിങ്, ജെന്റിൽ മെത്തേഡ് ഓഫ് കുക്കിംഗ് ഇൻ ക്ലോസ്ഡ് എൻവയോൺമെന്റ് യൂസിങ് ഓൺലി സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലൂയിഡ്. വളരെ കുറച്ച് ഫ്ലൂയിഡ് മാത്രം ഒഴിച്ചിട്ട് നമ്മൾ ആ ഫുഡിനെ ജെന്റ്ലി കുക്ക് ചെയ്യുന്ന മെത്തേഡാണ്. ക്ലോസ്ഡ് എൻവയോൺമെന്റിൽ അത് അടച്ചു വെച്ചിട്ട്, അതാണ് സ്റ്റ്യൂയിങ്. ബ്രേസിങ്, എ കോമ്പിനേഷൻ മെത്തേഡ് ഓഫ് റോസ്റ്റിംഗ് ആൻഡ് സ്റ്റ്യൂയിങ്. റോസ്റ്റിംഗും സ്റ്റ്യൂയിങ് കൂടി ചേർന്നിട്ട് വരുന്ന മെത്തേഡ്. അങ്ങനെ ഒരു പാനിൽ പിന്നെ ടൈറ്റ് ഫിറ്റിംഗ് ലിഡ് ആയിട്ടുള്ള ഒരു പാനിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് ബ്രേസിങ്. നെക്സ്റ്റ്, സ്പിറ്റ് റോസ്റ്റിംഗ്. സ്പിറ്റ് റോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി നമ്മൾ ഫ്ലെയിമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും, ഫയറിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇത് സ്പിറ്റ് റോസ്റ്റിംഗ്. അപ്പോൾ ഇത് കറക്റ്റ് ഓർഡറിലാണ് തന്നേക്കുന്നത്. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ബീറ്റിംഗ് എന്നാണ് യൂസ്ഡ് ഫോർ തിൻ മിക്സ്ചേഴ്സ് ഓർ ലിക്വിഡ്സ്. തിന്നായിട്ടുള്ള മിക്സ്ചേഴ്സിലും ലിക്വിഡ്സിലാണ് നമ്മൾ ബീറ്റിംഗ് ഉപയോഗിക്കുന്നത്. ക്രീമിങ്, സോഫ്റ്റനിങ് ഓഫ് ഫാറ്റ് ബൈ ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ വഴി ഫാറ്റിനെ സോഫ്റ്റ് ആക്കുക, അതിനാണ് ക്രീമിംഗ് എന്ന് പറയുന്നത്. നീഡിങ് എന്താണ്? മാനിപ്പുലേറ്റിംഗ് ബൈ ഓൾട്ടർനേറ്റ് പ്രഷർ വിത്ത് ഫോൾഡിംഗ് ആൻഡ് സ്ട്രെച്ചിങ്. മടക്കലും വലിച്ചു നീട്ടലും, നമ്മൾ ആട്ടയൊക്കെ കുഴയ്ക്കുന്നത് പോലെ. ഇനി അടുത്തത് ഫോൾഡിങ്. ഫോൾഡിങ് എന്താണ്? മിക്സിംഗ് ബൈ കെയർഫുൾ ലിഫ്റ്റിംഗ് ആൻഡ് ഡ്രോപ്പിംഗ്. നമ്മൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ ആക്കുമ്പോൾ ഫോൾഡ് ചെയ്ത് കൊടുക്കും, അല്ലേ? ക്രീമിങ് അറിയാം, നമ്മൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയില്ലേ, അത്. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് വിത്ത് റിഗാർഡ് ടു ഫ്രൈയിങ്. ഫ്രൈയിങ്ങുമായി ബന്ധപ്പെട്ടതിൽ ശരിയായത് ഇതെന്ന്. ഹാവ് ദ ഫയർ ലോ. ഫയർ ചെറുതായിട്ടാണോ? അല്ല. ഡു നോട്ട് പുട്ട് ഇൻ ടു മെനി പീസസ് ഓഫ് ഫുഡ് അറ്റ് ദ സെയിം ടൈം. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് അറ്റ് എ ടൈം നമ്മൾ ഇട്ടിട്ട് ആക്കില്ല, അപ്പോൾ അത് കറക്റ്റ് ഓപ്ഷനാണ്. അടുത്തത്, യൂസ് ഫാറ്റ് വിത്ത് ഹൈ സ്മോക്ക് പോയിന്റ്. ഹൈ സ്മോക്ക് പോയിന്റ് ഉള്ള ഫാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുക, അപ്പോൾ 2 and 3 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ് ടേംസ് റിലേറ്റഡ് ടു സ്റ്റോക്സ് ആൻഡ് സോഴ്സസ്. ഫസ്റ്റ് വൺ നോക്കാം. മിൽപോക്സ് എന്താണ്? ഒനിയൻ, കാരറ്റ്, സെലറി ലീക്ക്, അതുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ്. ബക്കറ്റ് ഗാർണിംഗ് എന്താണ്? തൈം, ബേ ലീഫ്, പാസ്ലി ആയിട്ട് റിലേറ്റഡ് ആണ്, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് വൺ, പാസ്ലി സോസ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് ഡാഷ്. പാസ്ലി സോസ് എവിടെ നിന്നാണ്? വൈറ്റ് സോസ് എന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. ദ കറക്റ്റ് പ്രൊപ്പോർഷൻ ഫോർ വൈറ്റ് സോസ്. വൈറ്റ് സോസിന്റെ കറക്റ്റ് പ്രൊപ്പോർഷൻ ആണ് 1:1:10.
reform sauce is made of including other ingredients. ഏതൊക്കെയാണ്? റെഡ് കറന്റ് ജെല്ലി, എസ്പാഗ്നോൺ, പിന്നെ വൈൻ വിനെഗർ. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ്. റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഫ്ലോറും ബട്ടറും കുക്ക്ഡ് ടുഗദർ എന്നാണ് റോക്സ് എന്ന് പറയുന്നത്. അതായത് ഫ്ലോറും ബട്ടറും ഈക്വൽ അളവിലെടുക്കുക. ഇനി ബ്യൂമെയിൻ എന്താണ്? ഈക്വൽ ക്വാണ്ടിറ്റീസ് ഓഫ് ഫ്ലോറും ബട്ടറും മിക്സ്ഡ് ടുഗദർ. നെക്സ്റ്റ് ഇത് കുക്ക് ചെയ്യുന്നതാണ്. റോക്സ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ അളവിലെടുത്തിട്ട് കുക്ക് ചെയ്യും. മറ്റേത് എന്താണ്? രണ്ടും ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ബ്യൂർനോയർ. ഓക്കെ, ബ്യൂർനോയർ എന്താണ്? ബ്രൗൺഡ് ബട്ടറിനാണ് ബ്യൂർനോയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ റോക്സ് രണ്ടും ഒരേ അളവിലെടുത്തിട്ട് കുക്ക് ചെയ്യും. ബ്യൂർമെയിൻ മാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രണ്ടും ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ, കുക്ക് ചെയ്യുന്നതിനെ പറ്റി പറയുന്നില്ല. പിന്നെ ബ്രൗൺഡ് ബട്ടറിനാണ് ബ്യൂർനോയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മൈൻസ്റ്റോൺ ഈസ് എ ഡാഷ് സൂപ്പ്. അൺപാസ്ഡ് ഇറ്റാലിയൻ സൂപ്പാണ് മൈൻസ്റ്റോൺ. കോക്ക് എലിറ്റി ഈസ് ഡാഷ് സൂപ്പ്, യൂസസ് ഡാഷ് ആസ് തിക്കനിങ് ഏജന്റ് ആൻഡ് ഈസ് ഗാർണിഷ്ഡ് വിത്ത് ഡാഷ്. എന്താണ്? അതൊരു സ്കോട്ടിഷ് സൂപ്പാണ്. പിന്നെ യൂസസ് ബാർലി ആസ് തിക്കനിങ് ഏജന്റ്. ബാർലി അതിൽ തിക്കനിങ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ റൈസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഓട്ട് മീലൊക്കെയാണ് അത് തിക്കനിങ്ങിന് ഉപയോഗിക്കുക. ആൻഡ് ഈസ് ഗാർണിഷ്ഡ് വിത്ത് ഡാഷ്. എന്തൊക്കെയാണ് അത് ഗാർണിഷ് ചെയ്യാനായിട്ട്? നമ്മൾ ജൂലിയൻ ഓഫ് പ്രൂൺ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1, 2, 3 എന്നുള്ളത് കറക്റ്റ് ആൻസർ ആണ്. സൺഡൗൺ സൂപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ്. കോൾഡ് സൂപ്പിന് എക്സാമ്പിൾ ആണ് സൺഡൗൺ സൂപ്പ്. ക്രീം സൂപ്പ്സ് ആർ ഓഫൻ ഗാർണിഷ്ഡ് വിത്ത് ഡാഷ്. ക്രീം സൂപ്പുകൾ നമ്മളെപ്പോഴും ചോപ്ഡ് ഹെർബ്സ് വെച്ചിട്ടാണ് അതിനെ ഗാർണിഷ് ചെയ്യുക. മാച്ച് ദ ഫോളോയിങ്. ഫ്യൂസ്ലി, ലോങ് തിക്ക് കോർക്ക് സ്ക്രൂവിൻ്റെ ഷേപ്പ് ആയിട്ടുള്ള പാസ്ത. ദാറ്റ് മേ ബി സോളിഡ് ഓർ ഹോളോ. അതാണ് ഫ്യൂസ്ലി എന്ന് പറയുക. ഇനി നോച്ചി എന്താണ്? ലോബ്ഡ് ഷെൽസ് ആണ്. മാക്രോണി എങ്ങനെയാണ്? ട്യൂബ്സ് ആണ്, വിത്തൗട്ട് ബെൻഡ് ഓർ സ്ട്രെയിറ്റ്. ബെൻഡില്ലാത്ത അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ആയതാണ് മാക്രോണി. പെനെ മീഡിയം ലെങ്ത് ട്യൂബ്സ് ആണെങ്കിൽ കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. Dash is a pasta preparation that originated in dash and has dash layers. ഏതാണ് പാസ്ത പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്? ലസാഞ്ഞ അല്ലേ? ഒറിജിനേറ്റഡ് ഇൻ നേപ്പിൾസിലാണ് അത് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഹാസ് മെനി ലെയേഴ്സ്, പല ലെയേഴ്സ് ആയിട്ടാണ് അത് ഉണ്ടാവുക. സീറോ സലാഡ് ഡ്രസ്സിംഗ് മീൻസ് ഡാഷ്. സീറോ സലാഡ് ഡ്രസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിംഗ് വിത്തൗട്ട് ഓയിൽ ഉപയോഗിക്കാത്ത ഡ്രസ്സിംഗ് മെത്തേഡ്. ഇനി മാച്ച് ദ ഫോളോയിങ്. ബേക്ക്ഡ് ബീൻ. ഓക്കെ, ബേക്ക്ഡ് ബീൻ എവിടെയാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് അല്ലേ ഉത്ഭവിച്ചത്. പിന്നെ ക്യാൻ ബേക്ക്ഡ് ബീൻസ് ഓർ വൈറ്റ് ഓർ ബ്രൗൺ ബ്രെഡ് സംടൈംസ് വിത്ത് ബട്ടർ. ഇനി അടുത്തത് ബറോസ് ജർപ്പ. അത് ഏത് ഓപ്ഷനാണ് വരുന്നത്? ചിലിയിലാണ് ഉത്ഭവിച്ചത്. ഹാം ആൻഡ് ചീസാണ് യൂഷ്വലി മാൻകോസോ വിച്ച് ഈസ് സിമിലർ ടു ഫാമേഴ്സ് ചീസ്. ഫാമറിൻ്റെ ചീസിന് സിമിലർ ആയിട്ടുള്ള ചീസൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ബെറൂട്ട് അതെന്താണ്? ബ്രസീലിലാണ് ഉത്ഭവിച്ചത്. മെൽറ്റഡ് ചീസും സ്ലൈസ്ഡ് ഫ്രഷ് ടൊമാറ്റോസ് ഒറിഗാനോ വെച്ചിട്ട് യൂസ് ചെയ്യുന്നു. ലെറ്റൂസ് ലീവ്സും ഉണ്ടാവും. പിന്നെ റോസ്റ്റ് ബീഫ് ഉണ്ടാവും. പിന്നെ മയോണീസും യൂസ് ചെയ്യും. അടുത്തത് ബട്ടർ ബ്രോട്ട്. ബട്ടർ ബ്രോട്ട് ഉത്ഭവിച്ചിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. അത് സിംഗിൾ ഓപ്പൺ ഫേസ്ഡ് ആണ് വിത്ത് ബട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സാലഡ് ഹാസ് ദീസ് പാർട്സ്. ഒരു സാലഡിന് ഉണ്ടാകുന്ന പാർട്സ് ഏതൊക്കെയാണ്? ബേസ് ഉണ്ടാവും, ബോഡി, പിന്നെ ഡ്രസ്സിംഗ്. നെക്സ്റ്റ് വൺ ഈസ് ഗാർണിഷ്. എന്താ മനസ്സിലായി? ഫാൻ്റെ സൂണ്ടായി നമുക്ക് 10 മിനിറ്റ് ഉണ്ടല്ലോ ഉണ്ടല്ലോ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ്. സാലഡ് മയനീസ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വാൽഡ്രോഫ് എന്താണ്? മയനീസ്. നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ കോസാമ്പരി എന്താണ്? ലെമൺ ആണ് അല്ലേ. അടുത്തത് റോസ്റ്റ് പോക്ക്. അതിനുള്ള അക്കംപ്ലിഷ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. റോസ്റ്റ് പോക്കിൽ ആപ്പിൾ സോസ് ആണ് യൂസ് ചെയ്യുന്നത്. റോസ്റ്റ് ടക്കിലോ ഓറഞ്ച് സോസ് ആണ് യൂസ് ചെയ്യുക. റോസ്റ്റ് ബീഫിൽ നമ്മൾ യോർക്ക്ഷയർ പുഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ റോസ്റ്റ് പൊട്ടാറ്റോയിൽ ബ്രെഡ് സോസ്. നെക്സ്റ്റ് വൺ. ഗാർണിഷസ് ക്യാൻ ബി ഡാഷ്. എന്താവാം? ഗാർണിഷ് ചെയ്യുന്ന വസ്തുക്കൾ ഫ്രഷ് ആവാം, ഫ്രൈഡ് ആവാം, സിംഗിൾ ആവാം, അല്ലെങ്കിൽ കോമ്പിനേഷൻ ആവാം. അപ്പോൾ ഇതെല്ലാം ആൻസർ ആണ്. ലോബ്സ്റ്റർ ആൻഡ് ക്രാബ് ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ്. ലോബ്സ്റ്ററും ക്രാബും എന്തിൻ്റെ എക്സാമ്പിളാണ്? ക്രസ്റ്റാക്കിയൻസിൻ്റെ എക്സാമ്പിളാണ്. നെക്സ്റ്റ് വൺ. പോംഫ്രെറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ഫിഷ്. ഫ്ലാറ്റ് ഫിഷ് ആണ് അല്ലേ? അവോലി എന്നുള്ളത് ഫ്ലാറ്റ് ഫിഷ് ആണ്. എ ഫ്ലാറ്റ് ഫിഷ് ഈൽസ് ഡാഷ് ഫില്ലറ്റ്സ്. 4 ഫില്ലറ്റ്സ് ആണ് അതിന് ആവശ്യം.
Dash is a slice of round fish cut on the bone. Bone cut ചെയ്യുന്നതാണ് darn. Fillet of large fish cut on a slant is called dash. Supreme. Which of the following is a blue vein cheese from Italy? Italy എന്നുള്ള blue vein cheese ആണ് gorgonzola. Which of the following is a round cannonball shaped bright red cheese from Holland? ഹോളണ്ടിൽ നിന്ന് അതായത് ഡച്ചിൽ നിന്നുള്ള ബ്രൈറ്റ് റെഡ് കളറിലുള്ള ചീസ്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരുന്നു? കാനൻ ബോളിൻ്റെ ഷേപ്പിലുള്ളത്. അതിൻ്റെ പേരാണ് എഡ. ബ്ലൂ വെയിൻ ചീസ് ട്രഡീഷണലി ഗെറ്റ്സ് ഇറ്റ്സ് കളർ ഫ്രം ഡാഷ്. ഏതിനാണ് അതിൻ്റെ കളർ കിട്ടുന്നത്? ഫംഗി അല്ലെങ്കിൽ മോൾഡിൽ നിന്ന്. ബ്ലൂ വെയിൻ ചീസ് ഓഫ് ഫ്രാൻസ് മെയ്ഡ് ഫ്രം ഷീപ്സ് മിൽക്ക്. ഷീപ്പിൻ്റെ മിൽക്ക് നിന്നുണ്ടാക്കുന്നതാണ് റോക്ക്ഫോർട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ചീസ്. ചീസ് അല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത് റോഗൻ ജോഷ്. അത് ഒരു കറി ടൈപ്പാണ് അല്ലേ. ഇനി മീൻസ് കഫീൻ അടങ്ങാത്ത ടീ ഏതാണ്? ചമോലി ടീ. Leaf size is the chief criteria for the classification of tea plants. Which of the following is known to have largest tea leaves? Largest tea leaves are Assam tea plants. Widely noted as the most expensive coffee in the world. ഏറ്റവും എക്സ്പെൻസീവ് ആയ കോഫി, ലോകത്തിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയ കോഫി എന്ന് പറയപ്പെടുന്നത്. അത് പാർഷ്യലി ഡൈജസ്റ്റഡ് കോഫി ചെറീസ് ആണ്. ഈറ്റൻ ആൻഡ് ഡെഫിക്കേറ്റഡ് ബൈ എ പെർട്ടിക്കുലർ ആനിമൽ. അതായത് ഒരു ജീവിക്ക് അത് തിന്നാൻ കൊടുക്കും, എന്നിട്ട് അതിൻ്റെ കപ്പിക്കൂല അത് കഴിച്ചിട്ട് അത് അതിൻ്റെ അവശിഷ്ടത്തിൽ നിന്ന് എന്താണ് അത് ഡൈജസ്റ്റ് ആവാതെ പുറത്തു വരും. അത് അതിന് പറഞ്ഞാണ് സിവെറ്റ് കോഫി. സിവെറ്റ് കാറ്റിനാണ് അത് കഴിക്കാൻ കൊടുക്കുന്നത്. ഓക്കെ, ഇനി കൊറോണ ഇസ് എ ടേം അസോസിയേറ്റഡ് വിത്ത് സൈസ് ഓഫ് സിഗർ എന്നാണ് അർത്ഥം. മലാഗ ഇസ് എ സ്വീറ്റ് വൈറ്റ് ഫോർട്ടിഫൈഡ് വൈൻ ദാറ്റ് കംസ് ഫ്രം ദ കൺട്രി ഓഫ് സ്പെയിൻ. അടുത്തത് സിഗാർസ് ഷുഡ് ബി ബെസ്റ്റ് സ്റ്റോർഡ് അറ്റ് എ ടെമ്പറേച്ചർ ഓഫ് സിഗാർസ് സ്റ്റോർ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് 15 to 18 ഡിഗ്രി. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മേജർ വൈൻ പ്രൊഡ്യൂസിംഗ് റീജിയൻ ഓഫ് USA? USA വൈൻ പ്രൊഡ്യൂസിംഗ് റീജിയൻ അല്ലാത്തത് ഏതാണ്? ഒക്ലഹോമയാണ്. കാലിഫോർണിയയിലും ഒറിഗോണിലും വാഷിംഗ്ടണിലും ഒക്കെ ഒരുപാട് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ആവറേജ് സ്പേസ് റിക്വയർമെന്റ് പെർ പേഴ്സൺ ഇൻ എ ഫിഷ് ബോൺ ഷേപ്പ് സീറ്റിംഗ് പ്ലാൻ ആണ് 10 to 12 സ്ക്വയർ ഫീറ്റ് ആണ് ഒരാൾക്കുള്ള ആവറേജ് സ്പേസ് റിക്വയർമെന്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ടെന്നീസ് വിസ്കി? ഏതാണ്? ജാക്ക് ഡാനിയൽസ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ വോഡ്ക ബ്രാൻഡ്? മാജിക് മൊമെന്റ്സ് ആണ് വോഡ്കയുടെ ബ്രാൻഡ്. Plymouth gin is a gin from dash, Scotland. Which of the following is not kept on a food service table as a center appointment? Budways ആണ് നമ്മൾ കീപ്പ് ചെയ്യാത്തത്. നോട്ട് കെപ്റ്റ് എന്നുണ്ട്, അപ്പോൾ കീപ്പ് ചെയ്യാത്തത് ഫുഡ് സർവീസ് ടേബിൾ വയ്ക്കാത്തതാണ് ബഡ്വേസ്. കാർബണേറ്റഡ് വാട്ടർ, അതായത് സോഡ നിറച്ചിട്ടുള്ള കാർബൺ നിറച്ചിട്ടുള്ള സോഡ പോലത്തെ വാട്ടർ. ലിറ്റിൽ ക്വാണ്ടിറ്റി ഓഫ് ക്യൂനോയും കൂടി അതിൽ ഡിസോൾവ് ചെയ്യും. അതിനാണ് ടോണിക് വാട്ടർ എന്ന് പറയുന്നത്. ഇൻ ക്ലാസിക് മെനു സീക്വൻസ് ദ റൈസ് ആൻഡ് പാസ്ത പ്രിപ്പറേഷൻ come under this course. ഏതിലാണ് വരുന്നത്? ഫാർനെറ്റ്സ്. Which of the following term is widely used in continental Europe and means a continental breakfast with coffee? Continental breakfast കോഫിയുടെ കൂടെയുള്ള എന്ന് ഉദ്ദേശിക്കുന്നതാണ് കഫേ കോംപ്ലെറ്റ്. അടുത്തത് മൈറ്റ് ദി ഹോട്ടൽ ഇസ് എ റെസ്റ്റോറൻറ്റ്. അത് റെസ്റ്റോറൻറ്റിലെ മൈറ്റ് ദി ഹോട്ടൽ എന്ന് പറയുന്ന ആരെയാണ്? ഹെഡ് വെയിറ്ററിനെയാണ്. Spoons and forks in restaurant catering trade is denoted by the term flatware എന്നാണ് സ്പൂൺസിനെയും ഫോർക്കിനെയും വിളിക്കുന്നത്. Dash is the standard timing for breakfast. ബ്രേക്ക്ഫാസ്റ്റ് ടൈം ആണ് 7 AM to 10:30 AM. Water is served on വാട്ടർ ഗോബ്ലെറ്റിലാണ് വെള്ളം നമ്മൾ സെർവ് ചെയ്യുന്നത്. സുല is a wine from India. അല്ല, ഇന്ത്യയിലെ ഒരു വൈനാണ് സുല. സിൽവർ സർവീസ് is done from dash side. റൈറ്റ് സൈഡിൽ നിന്നാണ് സിൽവർ സർവീസ് നമ്മൾ ആരംഭിക്കുന്നത്. Dash is a banquet seating. Housekeeping is responsible for cleanliness, maintenance and aesthetic upkeep. അതായത് വൃത്തി പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യലും ഒരു നല്ല ഭംഗിയിൽ കാണാനൊക്കെ ആയിട്ട് കീപ്പ് ചെയ്യുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഗ്രാൻഡ് മാസ്റ്റർ കീ ഓപ്പൺസ് ഡാഷ്. ഓപ്പൺസ് ഓൾ ഗസ്റ്റ് റൂംസ് ഡോർസ് ദാറ്റ് ആർ ഡബിൾ ലോക്ക്ഡ്. ഗ്രാൻഡ് മാസ്റ്റർ കീ നമ്മുടെ ഗസ്റ്റിൻ്റെ കയ്യിൽ നിന്നുള്ള കീ പോയാലും അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഈ ഗ്രാൻഡ് മാസ്റ്റർ കീ എന്താണ്? ഓപ്പൺസ് ഓൾ ഗസ്റ്റ് റൂം ഡോർസ് ദാറ്റ് ആർ ഡബിൾ ലോക്ക് ചെയ്തെടുക്കുന്ന എല്ലാ ഡോർസും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. റൂം ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ഈസ് യൂസ്ഡ് ആൻഡ് ഫിൽഡ് ബൈ ഫ്ലോർ സൂപ്പർവൈസറാണ് റൂം ഇൻസ്പെക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. സ്റ്റെയിൻസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ബൈ കളർ, ടെക്സ്ചർ ആൻഡ് സ്മെൽ. കറ നമുക്ക് അതിൻ്റെ നിറവും ടെക്സ്ചറും സ്മെല്ലും ഒക്കെ വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അടുത്തത് എ രജിസ്റ്റർ കെപ്റ്റ് ടു റെക്കോർഡ് ഓൾ മെസ്സേജസ് ദാറ്റ് സ്റ്റാഫ് ഫ്രം വൺ ഷിഫ്റ്റ് വാണ്ട് ടു കൺവേ ടു എംപ്ലോയീസ് ഓൺ ദ നെക്സ്റ്റ് ഷിഫ്റ്റ് ഈസ് കോൾഡ് ലോഗ് ബുക്ക്. അതായത് ഒരു രജിസ്റ്റർ എല്ലാ ഒരു സ്റ്റാഫിന് ഒരു ഷിഫ്റ്റിൽ ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റിലുള്ള ആൾക്കാർക്ക് അടുത്ത നൈറ്റ് ഷിഫ്റ്റിലെ ആൾക്കാർക്ക് എന്തെങ്കിലും മെസ്സേജസ് കൺവേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ലോഗ് ബുക്കിലാണ് എഴുതി വയ്ക്കുന്നത്. കണ്ടാമിനേറ്റഡ് ആനിമൽ പ്രൊഡക്ട്സ് സച്ച് ആസ് മീറ്റ്, പോൾട്രി ആൻഡ് എഗ് കോസസ് ഡാഷ്. സാൽമണലോസിസ് ആണ് എന്ത് കണ്ടാമിനേറ്റഡ് ആയ ആനിമൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നത് അസുഖം.
അടുത്തത് അതായത് മീറ്റ് പോൾട്രി എഗ് ഒക്കെ കണ്ടാമിനേറ്റഡ് ആവാന്നുണ്ടെങ്കിൽ അത് എന്തിന് കാരണമാകും? സാൽമോനെലോസിന് കാരണമാകും. റാറ്റ്സ് ആൻഡ് മൈസ് ഫോൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് ഡാഷ്. റോഡന്റിലാണ് റാറ്റും മൈസ് ഒക്കെ പെടുന്നത്. ഇതിനോടെയുള്ള ഹോസ്റ്റിനെ അതിൽ നിന്ന് ഫുഡും ഇതൊക്കെ വലിച്ചെടുത്തിട്ടൊക്കെയാണ് പാരസൈറ്റ്സും മൈക്രോ ഓർഗാനിസംസും കഴിയുന്നത്. മൈക്രോ ഓർഗാനിസം ത്രൈവ് ഓൺ ഡാഷ് ടെമ്പറേച്ചർ. മൈക്രോ ഓർഗാനിസംസ് ത്രൈവ് ചെയ്യുന്നത് വോം ടെമ്പറേച്ചറിലാണ്. അതിന് വില കുഴപ്പമില്ലാതെ അതിന് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റും. FSSAI സ്റ്റാൻഡ്സ് ഫോർ ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് FSSAI. FSSAI ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദ മിനിസ്ട്രി ഓഫ്, അത് ഇതിന് കീഴിലാണ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൽ വരുന്നതാണ്. ഫയർ ട്രയാങ്കിൾ കൺസിസ്റ്റ് ഓഫ് ഹീറ്റ്, ഫ്യൂവൽ, ഓക്സിജൻ. ഇത് മൂന്നെണ്ണമാണ് ഫയർ ട്രയാങ്കിൾ വരുന്നത്. ഹീറ്റ്, ഫ്യൂവൽ, ഓക്സിജൻ. Next, class C fire are fire involving dash. Electrical equipments involve ചെയ്യുന്ന ഫയറിനാണ് ക്ലാസ് സി ഫയർ എന്ന് പറയുന്നത്. ഡ്രൈ കെമിക്കൽ ഫോം ഈസ് യൂസ്ഡ് ഓൺ ഫ്ലെയിമബിൾ ലിക്വിഡ്സ്, ഓയിൽ ആൻഡ് ഫാറ്റ്സ്. ഫ്ലെയിമബിൾ ആയിട്ടുള്ള കത്തിപ്പിടിക്കാവുന്ന ലിക്വിഡും ഓയിലും ഫാറ്റിലാണ് ഡ്രൈ കെമിക്കൽ ഫോം നമ്മൾ യൂസ് ചെയ്യുന്നത്. ക്ലാസ് ബി ഫയർ എന്ന് വെച്ചാൽ എന്താണ്? ഫ്ലെയിമബിൾ ലിക്വിഡ്സ് ആണ് ക്ലാസ് ബി ഫയർസ്. ദ കണക്റ്റീവ് ടിഷ്യൂ ഫൗണ്ട് ഇൻ മീറ്റ് ദാറ്റ് ക്യാൻ ബി കുക്ക്ഡ് ഈസ് ഡാഷ്. കൊളാജൻ ആണ് കണക്റ്റീവ് ടിഷ്യൂ. നമുക്ക് മീറ്റിൽ കാണപ്പെടുന്ന കണക്റ്റീവ് ടിഷ്യൂ ഏതാണ്? കൊളാജൻ. The process of meat pickled in brine is called, മീറ്റിനെ ബ്രൈനിൽ പിക്കിൾ ചെയ്യുന്നതിനാണ് സോൾട്ടിങ് എന്ന് പറയുന്നത്. നെയിം എ കട്ട് ഓഫ് ബീഫ് ഫ്രം ദ ഫോളോയിങ്. ബീഫ് കട്ട് ഏതാണ്? ഫ്ലാങ്ക് ആണ് അല്ലേ. ഹാം ഈസ് ടേക്കൺ ഫ്രം ഹിൻഡ് ലെഗ് ഓഫ് പോർക്ക്. പോർക്ക് ലൈനിങ് ഓഫ് എ ബീഫ് കാറ്റിൽ ഈസ് കോൾഡ്, വയറിലുള്ള ലൈനിങ്ങിനാണ് ട്രിപ്പിൾ എന്ന് പറയുന്നത് ബീഫിന്റെ. ഫില്ലറ്റ് മൈഗ്നോൺസ് ഈസ് എ ഡാഷ്. എന്താണ് അത്? ഒരു സ്റ്റീക്ക് ആണ് അല്ലേ. The fat covering the kidney of animal is called dash. suet. Suet ആണ് ആനിമലിന്റെ കിഡ്നീനെ കവർ ചെയ്യുന്ന ഫാറ്റ്. നെയിം എ സോസേജ് ഫ്രം ദ ഫോളോയിങ്. ചിപ്പോലാറ്റ ആണ് ഒരു സോസേജ്. ഹോൾ ബീഫ് ആഫ്റ്റർ ഡ്രസ്സിംഗ് ഫ്രം എ സ്ലോട്ടർ ഹൗസ് ഈസ് കോൾഡ് ഡാഷ്. കാർക്കാസ്. ഓക്കെ. അടുത്തത് എ ടെക്നിക് യൂസ്ഡ് ഇൻ മീറ്റ് പ്രിപ്പറേഷൻ ഇൻ വിച്ച് സർഫസ് ഓഫ് മീറ്റ് ഈസ് കുക്ക്ഡ് ക്വൈറ്റ് ക്വിക്ക്ലി അറ്റ് ഹൈ ടെമ്പറേച്ചർ ഇൻ എ ലിറ്റിൽ ഫാറ്റ്. ഒരു പത്രം അപ്പോൾ താഴെ പറയുന്നു. Temperature in a little fat to brown the surface is called dash. അതായത് ഏത് ടെക്നിക്കിലാണ് മീറ്റ് പ്രിപ്പറേഷൻ നമ്മൾ ഈ മീറ്റിൻ്റെ ഇത് ഹൈ ടെമ്പറേച്ചറിൽ. ഓക്കെ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ അതിൽ ചിലത് ഫ്രണ്ട് ഓഫീസ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. ബാക്കി ഹോട്ടൽ മാനേജ്മെൻറ്റ് ആൻഡ് കാറ്ററിംഗ് വിഭാഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.